അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അർഷദി ആദർശ സെമിനാറിൽ എനിക്ക് അവതരിപ്പിക്കാൻ ലഭിച്ച വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ് പ്രഥമ സൃഷ്ടി എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽക്കു തന്നെ നാം ഓതി വരാറുള്ള മൗലിദുകളിലും വിശിഷ്യ മങ്കൂസ് മൗലിദ്, ജാല മുഹമ്മദ് മൗലിദ്, സുബ്ഹാന മൗലിദ് പോലത്ത മൗലിദുകളിലും ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിലൂടെയെല്ലാം നമ്മൾ കേട്ടതും വായിക്കുന്നതുമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ് പ്രഥമ സൃഷ്ടി എന്നുള്ളത്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം ഫസമ്മാഹു മുഹമ്മദ. വിശിഷ്യ കേരളത്തിൽ പ്രസിദ്ധമായ അൽ മൗലിദുൽ മങ്കൂസ് മൗലിദിൽ നമ്മൾ ഓതുന്ന വരികളാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. എന്താണ് അതിലൂടെ പറഞ്ഞത്? ആലമാകുന്ന ലോകം, ആ ലോകത്തിനെ പടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം, അവിടുത്തെ ഒളിവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ നമ്മൾ ഈ വായിക്കുന്നതും കേൾക്കുന്നതും ഒന്നും കെട്ടുകഥകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആലങ്കാരിക പ്രയോഗങ്ങളോ അല്ല. ഇതിനെല്ലാം പ്രാമാണികമായ തെളിവുകൾ നമുക്ക് കാണാനും വായിക്കാനും സാധിക്കും. ഹിജ്റ 126 ജനിച്ച മഹാനാണ് ഹാഫിള് അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ പ്രസിദ്ധമായ മുസന്നഫിൽ കൊണ്ടുവരുന്നൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. മഹാനരായ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖഹുല്ലാഹ് ഖബ്ലൽ അഷ്യാ. ഓ നബിയെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളെയും പടക്കുന്നതിൻ്റെ മുമ്പ് ആദ്യമായി പടച്ചു വെച്ചത് എന്താണ് എന്ന് മഹാനരായ ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അതിന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന മറുപടി, യാ ജാബിർ, ഇന്നല്ലാഹ ഖലഖ ഖബ്ലൽ അഷ്യാഇ നൂറ നബിയിക മിൻ നൂരിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ആദ്യമായിട്ട് പടച്ചത് അവൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. എന്നിട്ടോ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വലം യകുൻ ഫീ ദാലികൽ വഖത്ത്, ആ നൂറിനെ പടച്ചു വെക്കുന്ന സമയത്ത്, വലം യകുൻ ഫീ ദാലികൽ വഖത്തി ലൗഹുൻ വലാ ഖലമുൻ, അള്ളാഹുവിൻ്റെ വലിയ സൃഷ്ടികളായിട്ട് അറിയപ്പെടുന്ന ലൗഹ് ആ സമയത്ത് പടക്കപ്പെട്ടിട്ടില്ല. വലാ ഖലമുൻ, ഖലമ് പടക്കപ്പെട്ടിട്ടില്ല. വലാ ജന്നത്തുൻ വലാ നാറുൻ, സ്വർഗമോ നരകമോ അവിടെ ഇല്ല. വലാ മലക്കുൻ വലാ സമാഉൻ വലാ അർളുൻ, മലക്കോ ആകാശമോ ഭൂമിയോ. വലാ ശംസുൻ വലാ ഖമറുൻ, സൂര്യചന്ദ്രനോ. വലാ ജിന്നിയുൻ വലാ ഇൻസുൻ, മനുഷ്യ ജിന്ന് വർഗങ്ങൾ ഒന്നും തന്നെ അവിടെയില്ല. ചുരുക്കി പറഞ്ഞാൽ ഒന്നും ഇല്ലാത്ത ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് പടച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിവിനെയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ഒരു ഹദീസിൻ്റെ പ്രാധാന്യം എത്ര കൃത്യമായിട്ടാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്. ഈ മുസന്നഫിൽ ഉദ്ധരിച്ച ഈ ഒരൊറ്റ ഹദീസ് ഒരുപാട് മഹത്തുക്കൾ
വിവിധ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്നത് നമുക്ക് കാണാൻ സാധിക്കും. അൽ മവാഹിബുൽ ലദുനിയ്യ എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ അശ്ശൈഖ് അബ്ദുൽ കരീമുൽ ജീലി ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അശ്ശൈഖ് യൂസുഫുൻ നബഹാനി ജവാഹിറുൽ ബിഹാറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അൽ ഇമാം അലി ഇബ്നു ബുർഹാനുദ്ദീനുൽ ഹലബി അവിടുത്തെ സീറത്തുൽ ഹലബിയയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാമ ഹുസൈൻ ഇബ്നു അദ്ദിയാർ ബക്കരി താരീഖുൽ ഖമീസ് എന്ന കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി ഫതാവൽ ഹദീസിയയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അബ്ദുൽ ഹയ്യുൽ ലഖ്നവി ആസാറുൽ മർഫൂഅ എന്ന കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മുഹമ്മദുൽ ആലൂസി തഫ്സീർ റൂഹുൽ മആനിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മുഫസ്സിർ അല്ലാമ നിളാമുദ്ദീൻ ഹസനുൻ നൈസാബൂരി വറായിബുൽ ഖുർആൻ എന്ന കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് 10ഓളം കിതാബുകളെയാണ് ഇവിടെ നിന്ന് ഉദ്ധരിച്ചത്. എത്ര കിതാബുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിവാണ് ആദ്യത്തെ സൃഷ്ടി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ സമയത്ത് ഇവിടെ ഉയർന്നു വരുന്ന ചില സംശയങ്ങളുണ്ട്. അതിനും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്താണ്? മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയാഇന്റെ 30-ാമത്തെ വചനത്തിലൂടെ പറയുന്നുണ്ട്, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, ജീവനുള്ള എല്ലാ വസ്തുക്കളെയും നാം പടച്ചത് വെള്ളത്തിൽ നിന്നാണ് എന്ന ഒരു വചനം നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ പിന്നെ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ ഹദീസും അല്ലാഹു തആല പറഞ്ഞ ഈ ആയത്തും തമ്മിൽ വൈരുദ്ധ്യമാണല്ലോ എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ സംശയം ജനിക്കാൻ ഇടയുണ്ട്. എന്നാൽ നമുക്ക് പറയാനുള്ളത് ഇത് ഒരിക്കലും എതിരല്ല. ഞാൻ വായിക്കുന്നത് തഫ്സീർ റൂഹുൽ മആനിയിൽ നിന്നാണ്. ഇവിടെ ജീവനുള്ള എല്ലാം എന്ന് നിരുപാധികം പറയാൻ സാധിക്കില്ല. കാരണം എന്താണ്? ഹഖീഖിയായ യഥാർത്ഥത്തിൽ ജീവനുള്ളത് എല്ലാം എന്നാണ് ആ ആയത്തിൻ്റെ പരിധിയിൽ വരുന്നത്. അപ്പോൾ പിന്നെ മരങ്ങൾ അതിൽ ഉൾപ്പെടില്ല. മാത്രവുമല്ല, അതുകൊണ്ടാണല്ലോ റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്നുകൂടി വിശദമായി നമുക്കത് കാണിച്ചു തന്നു. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിൻ മാ, വെള്ളത്തിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളെയും അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെയെല്ലാം വെള്ളത്തിനെ പ്രത്യേകമാക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ വെള്ളത്തിനെ പ്രത്യേകമാക്കാൻ കാരണം മനുഷ്യനാവട്ടെ മറ്റുള്ള മൃഗങ്ങളാവട്ടെ എല്ലാവർക്കും വളരെ അത്യാവശ്യമുള്ള 4 കാര്യങ്ങളുണ്ട്. ഒന്ന് മണ്ണ്, അതുപോലെ തന്നെ ജലം, വായു, തീ. ഈ പറയുന്ന 4 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മനുഷ്യനിലേക്കും മറ്റുള്ള ജീവജാലങ്ങളിലേക്കും വളരെ കൂടുതൽ അത്യാവശ്യമുള്ളതും വെള്ളമായതുകൊണ്ടാണ് വെള്ളത്തിനെ അവിടെ മുഖ്യമായി പറയാനുള്ള കാരണം. ഒന്നുകൂടി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ജീവനുള്ളത് എന്നാണല്ലോ ആയത്തിൽ പറഞ്ഞത്. എന്നാൽ ജീവനുള്ള എല്ലാത്തിനെയും വെള്ളത്തിൽ നിന്ന് പടച്ചു എന്ന് വരുമ്പോൾ ജീവനുള്ളതിൽ തന്നെയല്ലേ മലക്കുകൾ പെടുന്നത്? ആ ജീവനുള്ളതിൽ തന്നെയല്ലേ ജിന്നുകൾ പെടുന്നത്? ഈ ജിന്നുകളെ പടച്ചത് വെള്ളത്തിൽ നിന്നാണോ? മലക്കുകളെ പടച്ചത് വെള്ളത്തിൽ നിന്നാണോ? ഒരിക്കലും അല്ല. മലക്കുകളെ പടച്ചത് പ്രകാശത്തിൽ നിന്നാണ്, ജിന്നുകളെ പടച്ചത് തീയിൽ നിന്നാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര കൃത്യമാണ്. വെള്ളം എന്ന് ഒരിക്കലും നിരുപാധികൻ പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമാണ് ആദ്യത്തെ സൃഷ്ടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊരു സംശയം കൂടെ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അവ്വലു മാ ഖലഖല്ലാഹു അൽ ഖലം, അള്ളാഹു ആദ്യമായിട്ട് പടച്ചത് ഖലമിനെയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ഹദീസിനോട് ഇത് യോജിക്കുക? ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം സുർഖാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മവാഹിബിൽ കൊണ്ടുവരുന്നുണ്ട്. ഇവിടുത്തെ ഉദ്ദേശം എന്താണ്? നിരുപാധികം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം എന്നേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യത്തത് ഖലമാണ് എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ നബി തങ്ങളുടെ പ്രകാശം അല്ലാത്തതിലേക്ക് ചേർത്തി നോക്കിക്കൊണ്ടാണ്
ഇവിടെ കലമാണ് ആദ്യത്തെ സൃഷ്ടി എന്ന് പറയാനുള്ള കാരണം എന്ന് ബഹുമാനപ്പെട്ടവർ അവിടുത്തെ കിതാബിൽ കൊണ്ടുവരികയാണ്. സാധാരണക്കാരായ വിശ്വാസികൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരൊറ്റ ഉദാഹരണവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ചത് എന്താണ്? ഇന്നാ അർസൽനാക ഷാഹിദാ, നബിയെ തീർച്ചയായും നമ്മൾ തങ്ങളെ അയച്ചത് കണ്ട് സാക്ഷി പറയുന്നവരായിട്ടാണ്. ഒരു വിഷയം യഥാർത്ഥത്തിൽ കാണുമ്പോഴാണ് ഷാഹിദ് എന്ന് പറയുകയുള്ളൂ. തങ്ങളെ കണ്ട് സാക്ഷി പറയുന്നവരായിട്ടാണ് ഞാൻ അയച്ചത്. നബി തങ്ങൾ എന്താണ് കണ്ടത്? നബി തങ്ങൾ സാക്ഷിയാകാത്ത ഒന്നും ഈ ഭൂലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ടല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിലൂടെ പറഞ്ഞത് ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ ഫജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോട് പറയുകയാണ് ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, മുൻകഴിഞ്ഞുപോയ അംബിയ മുർസലുകളുടെ സമുദായത്തിൽ നിന്നും ഞാൻ സാക്ഷികളെ കൊണ്ടുവരുമ്പോൾ ആ സാക്ഷികളുടെ അവരുടെ സാക്ഷിയായി തങ്ങളെ ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് ആ കുഫാറുകളുടെ അവസ്ഥ എന്ത് കഷ്ടമായിരിക്കും നബിയെ. മുൻകാല ഉമ്മത്തുകൾ ആരാണ്? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ പ്രബോധനത്തിൽ വളരെ വിഷമിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോപിതനായിക്കൊണ്ട് ലോകം അടക്കി ഭരിച്ച രാജാക്കന്മാരിൽ ക്രൂരതയുടെ പര്യായപദമായി അറിയപ്പെട്ട നമ്രൂദ് എന്ന് പറയുന്ന ആ രാജാവ് മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സമൂഹം മുഴുവനും ലോകം പൊട്ടിക്കരഞ്ഞ ആ ഒരു നിമിഷം, ആ നിമിഷത്തിന് മുത്തുനബി തങ്ങൾ സാക്ഷിയാവേണ്ടതുണ്ട്. അങ്ങനെയാവുമ്പോഴല്ലേ മുത്തുനബിക്ക് അന്ന് അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ സാക്ഷി പറയാൻ പറ്റുകയുള്ളൂ. അതിന് മുത്തുനബി തങ്ങൾ ആ കാലത്ത് ജീവിക്കണ്ടേ. അതുകൊണ്ടാണ് മങ്കൂസ് മൗലിദിൽ നമ്മൾ പറയാറില്ലേ വജഅലനി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഖുദിഫ ബിഹി ഫിന്നാർ, എൻ്റെ വെല്ലിപ്പയായ ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്ന സമയം ഞാൻ അവിടെ ഉണ്ട്. നമ്മുടെ ഉമ്മത്ത് അല്ലെങ്കിൽ മുൻകാല ഉമ്മത്ത് അവരൊക്കെ വല്ലാതെ വേദനിച്ച ഏതൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനെല്ലാം നബിതങ്ങൾ സാക്ഷിയാണ്. നബിതങ്ങൾ സാക്ഷിയാവേണ്ടതില്ലേ? അങ്ങനെയാകുമ്പോഴല്ലേ ഈ ആളുകൾക്കുള്ള സാക്ഷിയായി മുത്തുനബിയെ കൊണ്ടുവരുമ്പോൾ ആ സാക്ഷി റസൂലുള്ളാഹി തങ്ങൾക്ക് അന്ന് നടന്ന കാര്യങ്ങൾ നേരിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. എത്ര കൃത്യമാണിത്! അതിന് നബി തങ്ങളുടെ പ്രകാശം ആ കാലഘട്ടത്തിലും വേണ്ടേ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശമാകുന്ന ഒളിവ് അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അതിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ സന്തോഷങ്ങൾ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.